എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ നീറ്റ് 2024 എക്സാം രജിസ്ട്രേഷനെക്കുറിച്ച് പല വിദ്യാർത്ഥികൾക്കും നിരവധി സംശയങ്ങളായിരിക്കും ഉണ്ടാവുക. അതായത് സാധാരണഗതിയിൽ കോമൺ ആയിട്ടുണ്ടാവുന്ന സംശയങ്ങളാണ്. ഒന്നാമത്തേത് എലിജിബിലിറ്റി എന്താണ് എന്നുള്ളത്. അടുത്തത് പ്ലസ് ടുവിന് എത്ര മാർക്കാണ് നിർബന്ധമായിട്ടുള്ളത്. അതുപോലെ തന്നെ പ്ലസ് ടു മാർക്ക് നിങ്ങൾ അപ്ലോഡ് ചെയ്ത് നൽകേണ്ടതുണ്ടോ. അതുപോലെ തന്നെ നീറ്റ് റാങ്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നത്. അതുപോലെ തന്നെ കീം 2024 എക്സാമും നീറ്റും തമ്മിൽ ഒരു ബന്ധമുണ്ട്, അതെന്താണ് എന്നുള്ളതാണ്. അതുപോലെ തന്നെ MCC എന്താണ് എന്നുള്ളതും വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ വഴി മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ ഒരു വിദ്യാർത്ഥി പറഞ്ഞിട്ടുണ്ടായിരുന്നു നീറ്റ് എക്സാമിനേഷനെ കുറിച്ചുള്ള ആ ഒരു ഡീറ്റെയിൽസ് പറഞ്ഞു തരാൻ. അതായത് പ്ലസ് ടു മാർക്ക് ഇങ്ങനെ അപ്ലോഡ് ചെയ്ത് നൽകണം, അതുപോലെയുള്ള മറ്റ് ഡീറ്റെയിൽസുകളെ കുറിച്ചുള്ള, അതായത് നീറ്റിനെ കുറിച്ച് ഉള്ള ഡീറ്റെയിൽസ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു വിദ്യാർത്ഥിക്ക് വേണ്ടിയിട്ടും അതുപോലെ തന്നെ ഈ ഒരു നീറ്റിനെ കുറിച്ച് അറിയാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ടും ആണ് ഈ ഒരു വീഡിയോ തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ വിദ്യാർത്ഥികൾ വീഡിയോ മുഴുവനായിട്ട് കാണാനായിട്ട് ശ്രദ്ധിക്കുക. എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യാനും ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ ഈ വർഷത്തെ നീറ്റ് 2023 എക്സാം രജിസ്ട്രേഷൻ, ആദ്യം തന്നെ എന്താണ് നീറ്റ് എന്നുള്ളത് പറയുന്നതിന് മുമ്പായിട്ട് ഈ ഒരു രജിസ്ട്രേഷൻ ഏകദേശം ഫെബ്രുവരി മാർച്ച് മാസത്തിലാണ് വരിക. അപ്പോൾ ആ ഒരു എക്സാം രജിസ്ട്രേഷൻ വരുന്ന സമയത്ത് വിദ്യാർത്ഥികളെ ആ ഒരു വിവരം അറിയിക്കുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾ ആ ഒരു ഘട്ടത്തിൽ നിങ്ങൾ ഈ ഒരു അപേക്ഷ സമർപ്പിച്ചാൽ മതിയാകും. അപ്പോൾ വിദ്യാർത്ഥികൾ ആദ്യം തന്നെ എന്താണ് നീറ്റ് എക്സാമിനേഷൻ എന്നുള്ളത് നോക്കാം. അതായത് നാഷണൽ എലിജിബിലിറ്റി കം എൻട്രൻസ് ടെസ്റ്റ് എന്നുള്ളതാണ് നീറ്റ് എക്സാമിനേഷൻ്റെ പൂർണ്ണരൂപം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു നീറ്റ് എക്സാമിനേഷൻ നടത്തപ്പെടുന്നത് രാജ്യത്തെ വിവിധ മെഡിക്കൽ കോളേജുകളിലെ അതുപോലെ മെഡിക്കൽ അനുബന്ധ കോഴ്സുകളിലേക്കുള്ള പ്രവേശനം നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഏകീകൃതമായിട്ടുള്ള ഒരു എക്സാമിനേഷനാണ് നീറ്റ് എക്സാമിനേഷൻ എന്ന് പറയുന്നത്. ഈ ഒരു എക്സാമിനേഷൻ കമ്പ്യൂട്ടറൈസ്ഡ് ആയിട്ടാണ് എക്സാമിനേഷൻ സാധാരണഗതിയിൽ നടത്താറുള്ളത്. അതായത് നിങ്ങൾക്ക് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഉണ്ടാവുക. അതായത് നിങ്ങൾ ആൻസേഴ്സ് കറക്റ്റായിട്ട് നിങ്ങൾ സെലക്ട് ചെയ്ത് നൽകുകയാണ് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ സെലക്ട് ചെയ്യുമ്പോഴും ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, നിങ്ങൾ സെലക്ട് ചെയ്യുന്ന ആൻസർ, അതായത് ആദ്യം നിങ്ങൾ സെലക്ട് ചെയ്ത ആൻസർ തെറ്റിപ്പോയാൽ പിന്നീട് അത് എഡിറ്റ് ചെയ്യുന്നതിനുള്ള സൗകര്യമോ അത് മറ്റൊരു ഓപ്ഷൻ സെലക്ട് ചെയ്യാനുള്ള സൗകര്യമോ ഉണ്ടായിരിക്കുന്നതല്ല. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ കറക്റ്റായിട്ട് ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അതായത് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവും. അപ്പോൾ ആ ഒരു ക്വസ്റ്റ്യന് നിങ്ങൾ കറസ്പോണ്ടിങ് ആയിട്ട് ഏകദേശം 5-4 ഓപ്ഷൻസ് ഉണ്ടാവും. അപ്പോൾ ആ ഒരു ഓപ്ഷൻസിന് കറക്റ്റായിട്ട് നിങ്ങൾക്ക് ആ ഒരു സിസ്റ്റത്തിൽ, അത് നിങ്ങളുടെ രജിസ്റ്റർ നമ്പറൊക്കെ അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് അവിടെ ഇതുപോലെ ബബിളായിട്ടാണ് കാണാൻ സാധിക്കുക. ഇതിൽ ഏതാണോ കറക്റ്റ് ഓപ്ഷൻ അത് സെലക്ട് ചെയ്യുന്ന സമയത്ത് നടക്ക് ഇങ്ങനെ നിങ്ങൾക്കറിയാം റേഡിയോ ബട്ടൺ സെലക്ട് ചെയ്യുന്ന സമയത്ത് നടക്ക് ഇതുപോലെ ആ ഒരു ബട്ടൺ ആയിട്ട് വരും, ഇതേ രീതിയിലൊരു ബട്ടണായിട്ട് വരും. അപ്പോൾ ഈ ഒരു രീതിയിൽ വരുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ചില എക്സാമിനേഷൻസിലൊക്കെ ആ ഒരു ഓരോ ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് അത് യാതൊരുവിധ കാരണവശാലും എഡിറ്റ് ചെയ്യുന്നതിനുള്ള സൗകര്യം ഉണ്ടായിരിക്കുന്നതല്ല. അതുകൊണ്ട് തന്നെ ഇതുപോലുള്ള എക്സാമിനേഷന് നിങ്ങൾക്ക് അറിയാവുന്ന ആൻസേഴ്സ് കറക്റ്റായിട്ട് നൽകാനായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു എക്സാമിനേഷനുള്ള എലിജിബിലിറ്റി ഡീറ്റെയിൽസ് നോക്കാം. എലിജിബിലിറ്റി എന്ന് പറയുന്നത് നിങ്ങൾക്ക് പ്ലസ് ടു വിന്നിങ്, അതായത് നിങ്ങളിപ്പോൾ പ്ലസ് ടു പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികളായിരിക്കും, അല്ലെങ്കിൽ പ്ലസ് ടു കഴിഞ്ഞിട്ടുള്ള വിദ്യാർത്ഥികൾ ആയിരിക്കും. അപ്പോൾ നിങ്ങൾ ഈ ഒരു എക്സാമിനേഷൻ പ്ലസ് ടുവിൻ്റെ മാർക്ക് പ്രത്യേകിച്ച് അപ്ലോഡ് ചെയ്ത് നൽകേണ്ടത് ആവശ്യം വരുന്നില്ല. അപ്പോൾ നിങ്ങളിപ്പോൾ പ്ലസ് ടു പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികൾ ആണെങ്കിൽ നിങ്ങൾക്ക്, അതായത് നിങ്ങളിപ്പോൾ പ്ലസ് ടു കണ്ടിന്യൂങ് ആയിട്ടാണ് ചെയ്യുന്നത്, അതായത് ഈ ഒരു പ്ലസ് ടു പഠിച്ച് കഴിഞ്ഞിട്ടില്ല, അങ്ങനെയുള്ള വിദ്യാർത്ഥികൾ പ്രത്യേകിച്ച് നിങ്ങളുടെ മാർക്കൊന്നും അപ്ലോഡ് ചെയ്ത് നൽകേണ്ടതില്ല. ഇതിനുള്ള അപേക്ഷ നൽകിയാൽ മതിയാകും. അപ്പോൾ ഇതിനുള്ള യോഗ്യത എന്ന് പറയുന്നത് വിദ്യാർത്ഥികൾക്ക് പ്ലസ് ടുവിൻ്റെ ഈ ഒരു ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, ഇംഗ്ലീഷ് എന്നിവയിൽ 50% മാർക്ക് വേണം എന്നുള്ളതാണ്. അതായത് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി എന്നിവയ്ക്ക് ടോട്ടൽ 50% ആണ് ജനറൽ കാറ്റഗറിക്ക് വേണ്ടത്. അതുപോലെ തന്നെ ഇംഗ്ലീഷിൽ നിങ്ങൾക്കൊരു 50% മാർക്ക് കിട്ടുകയാണെങ്കിൽ അതും അതിന് ആവശ്യമാണ്. അപ്പോൾ ഈ ഒരു ഫിസിക്സ്, കെമിസ്ട്രി എന്നിവയിൽ ജനറൽ കാറ്റഗറി വിദ്യാർത്ഥികൾക്ക് ഏകദേശം, അതായത് ജനറൽ കാറ്റഗറിയിൽ ഉൾപ്പെടുന്ന വിദ്യാർത്ഥികൾക്ക് ഈ ഒരു ഫീസ്, അതായത് ഫീസല്ല, ഈ ഒരു മാർക്ക് എന്ന് പറയുന്നത് 50% മാർക്കാണ് ആവശ്യമുള്ളത്. അതേസമയം SC, ST അതുപോലെ തന്നെ നോൺ ക്രിമിനൽ വിഭാഗത്തിലുള്ള വിദ്യാർത്ഥികൾ എന്നിവർക്ക് ഏകദേശം 40% മാർക്ക് മാത്രമേ ആവശ്യമായിട്ടുള്ളൂ. അതായത് SC, ST അതുപോലെ തന്നെ നോൺ ക്രിമിനൽ വിഭാഗത്തിൽ ഉൾപ്പെട്ടുള്ള വിദ്യാർത്ഥികളുണ്ടാകും. അങ്ങനെയുള്ള വിദ്യാർത്ഥികൾക്കും ഏകദേശം 40% മാർക്ക് മാത്രമേ ഈ ഒരു എലിജിബിലിറ്റി ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി എന്നിവയ്ക്ക് ആവശ്യമായിട്ടുള്ളൂ. അപ്പോൾ ഇത്രയുമാണ് യോഗ്യത. അതായത് പ്ലസ് ടുവിന് ജനറൽ കാറ്റഗറിയിലുള്ള വിദ്യാർത്ഥികൾക്ക് ഫിസിക്സ്, കെമിസ്ട്രി, അതായത് പ്ലസ് ടുവിൻ്റെ സെക്കൻഡ് ഇയറിലെ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി എന്നിവയ്ക്കാണ് ഈ ഒരു 50% എന്ന് പറയുന്നത്. പ്ലസ് വണ്ണിലേതല്ല. അതേപോലെ തന്നെ ഈ ഒരു SC, ST അതുപോലെ തന്നെ അതായത് ഈ ഒരു SC, ST അതുപോലെ തന്നെ നോൺ ക്രിമിനൽ വിഭാഗത്തിലുള്ള ആ ഒരു വിദ്യാർത്ഥികളുണ്ടാകും. അപ്പോൾ അങ്ങനെയുള്ള വിദ്യാർത്ഥികൾക്കും 40% മാർക്ക് മാത്രം മതി. അതായത് അതോ അതിൽ കൂടുതൽ വാങ്ങിക്കുകയാണെങ്കിൽ നല്ലതാണ്, അതായത് കൂടുതൽ ലഭിക്കുകയാണെങ്കിൽ നല്ലതാണ്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ചോദിച്ചിട്ടുണ്ടായിരുന്ന അടുത്ത കാര്യമാണ് പ്ലസ് ടുവിൻ്റെ മാർക്ക് നിങ്ങൾ അപ്ലോഡ് ചെയ്ത് നൽകേണ്ട ആവശ്യമുണ്ടോ എന്നുള്ളത്. നിങ്ങൾ അപ്ലോഡ് ചെയ്ത് നൽകേണ്ട യാതൊരുവിധ ആവശ്യവുമില്ല. കാരണം നിങ്ങൾ ഈ ഒരു രജിസ്ട്രേഷൻ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ പ്ലസ് ടുവിൻ്റെ എക്സാം, അതായത് പ്ലസ് ടുവിന് നിങ്ങൾക്കൊരു രജിസ്റ്റർ നമ്പർ ഉണ്ടാകും. അപ്പോൾ ആ ഒരു രജിസ്റ്റർ നമ്പർ നിങ്ങൾ നൽകേണ്ടതുണ്ട്. അപ്പോൾ ആ ഒരു രജിസ്റ്റർ നമ്പർ നൽകിക്കഴിഞ്ഞാൽ നിങ്ങളുടെ മാർക്ക് ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ റിസൾട്ട് വരുന്ന സമയത്ത് ഈ ഒരു വെബ്സൈറ്റിലേക്ക് ഓട്ടോമാറ്റിക്കലി അത് എടുക്കുന്നതാണ്. അതിനുശേഷം നിങ്ങൾ ഈ ഒരു എക്സാമിനേഷന് എലിജിബിൾ ആണോ അല്ലയോ എന്നുള്ളത് ചെക്ക് ചെയ്ത ശേഷമാണ് നിങ്ങളുടെ ആ ഒരു ഡീറ്റെയിൽസ്, അതായത് റാങ്ക് ഡീറ്റെയിൽസ് ഒക്കെ വരിക.
അപ്പോൾ ആദ്യം തന്നെ നിങ്ങളുടെ മാർക്കാണ് വരിക. അതായത് ഈ ഒരു എക്സാമിനേഷൻ്റെ ആ ഒരു ഡീറ്റെയിൽസ് പറഞ്ഞു തരാം. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു എക്സാമിനേഷൻ്റെ രജിസ്ട്രേഷൻ വരുന്നത് ഏകദേശം ഫെബ്രുവരി മാർച്ച് മാസത്തിലാണ്. അപ്പോൾ എക്സാം ഏകദേശം ഏപ്രിൽ മെയ്യിലാണ്, ആ ഒരു മാസത്തിലാണ് ഈ ഒരു എക്സാം വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് സിലബസ് എന്ന് പറയുന്നത് നിങ്ങൾ +1 +2 പഠിച്ചിട്ടുള്ള ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി എന്നീ സബ്ജക്റ്റുകളിൽ നിന്നാണ് നിങ്ങൾക്ക് ഈ ഒരു ക്വസ്റ്റ്യൻസ് വരിക. അപ്പോൾ അതിൻ്റെ സിലബസ് വെബ്സൈറ്റിൽ, അതായത് നീറ്റിൻ്റെ അപേക്ഷ വരുന്ന സമയത്ത് വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അതായത് ഈ ഒരു നീറ്റിൻ്റെ വെബ്സൈറ്റിൽ വരുന്നതായിരിക്കും. അപ്പോൾ ആ ഒരു ഘട്ടത്തിൽ നിങ്ങൾക്ക് ആ ഒരു സിലബസ് എന്തൊക്കെയാണെന്നുള്ളത് ചെക്ക് ചെയ്ത് നോക്കി മനസ്സിലാക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഇപ്പോൾ +2 എക്സാമിനേഷൻ നിങ്ങൾ നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു നീറ്റൊക്കെ പെട്ടെന്ന് തന്നെ ആ ഒരു കടന്ന് കിട്ടും. അതായത് ഈ ഒരു നീറ്റൊക്കെ പെട്ടെന്ന് നിങ്ങൾക്ക് എഴുതിയിട്ട് എടുക്കാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു എക്സാമിനേഷൻ നിങ്ങൾ കമ്പ്യൂട്ടറൈസ്ഡ് ആയിട്ടായിരിക്കും ഉണ്ടാവുക. അതിന് മുമ്പായിട്ട് നിങ്ങൾക്ക് അഡ്മിറ്റ് കാർഡ് ലഭിക്കുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾ നീറ്റ് രജിസ്ട്രേഷൻ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ഡീറ്റെയിൽസ് ഒക്കെ തെറ്റാതെ, അതായത് കറക്റ്റ് ഡീറ്റെയിൽസ് നൽകണം. കാരണം എഡിറ്റ് ചെയ്യുന്നതിനുള്ള സൗകര്യം ഉണ്ടാവുകയാണെങ്കിലും ചില വിവരങ്ങൾ എഡിറ്റ് ചെയ്യാനുള്ള സൗകര്യം ഉണ്ടായിരിക്കുന്നതല്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഡീറ്റെയിൽസ് നൽകുന്ന സമയത്ത് വളരെ ശ്രദ്ധാപൂർവ്വം ആ ഒരു ഡീറ്റെയിൽസ് ഒക്കെ നൽകേണ്ടതാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ +2ൻ്റെ മാർക്ക് നിങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ അപ്ലോഡ് ചെയ്ത് നൽകേണ്ടതില്ല. അതുപോലെ തന്നെ എലിജിബിലിറ്റി എന്ന് പറയുന്നത് നിങ്ങൾ +2ൻ്റെ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി എന്നിവയ്ക്ക് ടോട്ടൽ 50%, അതുപോലെ തന്നെ ഇംഗ്ലീഷ് പാസ്സായിട്ടും ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ +2 പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികൾക്കും +2 കഴിഞ്ഞിട്ടുള്ള വിദ്യാർത്ഥികൾക്കും ഈ ഒരു നീറ്റിന് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ ഈ ഒരു നിങ്ങൾ നീറ്റ് എക്സാമിനേഷൻ എഴുതിയ ശേഷമാണ് നീറ്റിൻ്റെ ആ ഒരു മാർക്ക് അതായത് വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കുക. അപ്പോൾ മാർക്ക് പ്രസിദ്ധീകരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നീറ്റ് എക്സാമിനേഷന് എത്ര മാർക്ക് ലഭിച്ചിട്ടുണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് അറിയാൻ സാധിക്കുന്നതാണ്. അതിനുശേഷമാണ് നിങ്ങളുടെ +2വിന് ആർക്കൊക്കെയാണ് ഈ ഒരു രീതിയിൽ നേരത്തെ പറഞ്ഞ രീതിയിൽ ആ ഒരു 50% ഉള്ളത്, അവരാണ് ഈ ഒരു എക്സാമിനേഷൻ എലിജിബിലിറ്റി, അതായത് റാങ്ക് ലിസ്റ്റിലേക്ക് എലിജിബിൾ ആവുക. അപ്പോൾ അങ്ങനെയുള്ള വിദ്യാർത്ഥികളെ ഉൾപ്പെടുത്തിക്കൊണ്ട് നീറ്റിൻ്റെ റാങ്ക് പ്രസിദ്ധീകരിക്കും. അപ്പോൾ ഈ ഒരു നീറ്റിൻ്റെ റാങ്ക് പ്രസിദ്ധീകരിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്രത്തോളം റാങ്ക് ലഭിച്ചിട്ടുണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് അറിയാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് നീറ്റ് റാങ്ക് വഴി ഓൾ ഇന്ത്യ കോട്ട സീറ്റിലേക്കും അതുപോലെ തന്നെ സ്റ്റേറ്റ് കോട്ട സീറ്റിലേക്കും പ്രവേശനം നേടാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ നീറ്റ് എക്സാമിനേഷൻ എഴുതിക്കഴിഞ്ഞാൽ പ്രധാനമായിട്ടും പ്രവേശനം ലഭിക്കുക MBBS, BDS, അതുപോലെ തന്നെ ആയുർവേദ, ഹോമിയോ, സിദ്ധ, യുനാനി, അഗ്രികൾച്ചർ, ഫിഷറീസ്, അതുപോലെ തന്നെ ഈ ഒരു അതായത് ബിടെക് ബയോടെക്നോളജി, അതുപോലെ തന്നെയുള്ള നിരവധി ഏകദേശം 16ഓളം കോഴ്സുകളുണ്ട്. അതുപോലെ മറ്റ് ശാഖകളിലുള്ള പലതരം കോഴ്സുകളുണ്ട്. അപ്പോൾ ആ ഒരു കോഴ്സുകളിലൊക്കെ നിങ്ങൾക്ക് പ്രവേശനം ലഭിക്കും. അതുപോലെ തന്നെ നഴ്സിങ്ങിനൊക്കെ വിവിധ യൂണിവേഴ്സിറ്റികൾ കീഴിൽ പ്രവേശനം നൽകുന്നത് ഈ ഒരു നീറ്റിൻ്റെ സ്കോർ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വിവിധ കോഴ്സുകൾ മെഡിക്കൽ ഫീൽഡിൽ നിങ്ങൾക്ക് ഈ ഒരു നീറ്റ് വഴി പ്രവേശനം നേടാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു നീറ്റ് റാങ്ക് പ്രസിദ്ധീകരിച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ടത് പ്രധാനമായിട്ടും നിങ്ങൾ ഈ ഒരു നീറ്റിൻ്റെ രജിസ്ട്രേഷൻ വരുന്ന സമയത്ത് തന്നെ വരുന്ന ഒരു എക്സാമാണ് കീം. അപ്പോൾ ഈ ഒരു കീമും നീറ്റും തമ്മിലുള്ള ബന്ധം എന്താണെന്നുള്ളത് വിദ്യാർത്ഥികൾക്ക് സംശയം ഉണ്ടാകും. കീം എന്ന് പറയുന്നത് കേരള എഞ്ചിനീയറിംഗ്, ആർക്കിടെക്ചർ ആൻഡ് മെഡിക്കൽ ഫാർമസി എക്സാമിനേഷൻ ആണ്. അപ്പോൾ നിങ്ങൾക്ക് കേരളത്തിലെ മെഡിക്കൽ കോളേജിൽ MBBS, BDS, അതുപോലെ തന്നെ അഗ്രികൾച്ചർ, ഫിഷറീസ്, ആയുർവേദ, ഹോമിയോ, സിദ്ധ, യുനാനി, അതുപോലെ തന്നെ ബിടെക് ബയോടെക്നോളജി, അതുപോലെ തന്നെ എൻവയോൺമെൻറ്റ് എന്ന് പറഞ്ഞൊരു സബ്ജക്റ്റ് കൂടിയുണ്ട്, അതായത് ആ ഒരു വിഷയം കൂടിയുണ്ട്. അതുപോലെ ഉള്ള മെഡിക്കൽ ഫീൽഡിലേക്ക് നിങ്ങൾക്ക് പ്രവേശനം കേരളത്തിൽ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ കീം എക്സാമിനേഷൻ രജിസ്ട്രേഷൻ ചെയ്യണം. അപ്പോൾ ഈ ഒരു കീം എക്സാമിനേഷന് നിങ്ങൾ എക്സാം എഴുതേണ്ടതില്ല. പക്ഷെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു കീം എക്സാമിനേഷൻ സാധാരണയിൽ ഈ ഒരു രജിസ്ട്രേഷൻ ഏകദേശം മാർച്ച് മാസത്തിലാണ് വരാറുള്ളത്, അല്ലെങ്കിൽ ഫെബ്രുവരി അവസാനത്തോടെയാണ് വരാറുള്ളത്. അപ്പോൾ ഈ ഒരു കീം എക്സാമിനേഷന് നിങ്ങൾക്ക് 3 ഓപ്ഷൻസ് ആയിരിക്കും, അതായത് 3 ഓപ്ഷനല്ല 4 ഓപ്ഷൻ ഉണ്ടാവുക. ഒന്നാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് എഞ്ചിനീയറിംഗ് ആണ്. രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് ആർക്കിടെക്ചർ ആണ്. മൂന്നാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് ഈ ഒരു ഫാർമസി കോഴ്സാണ്. നാലാമത്തേത് എന്ന് പറയുന്നത് മെഡിക്കൽ ആൻഡ് മെഡിക്കൽ അലൈഡ് കോഴ്സസ് ആണ്. അപ്പോൾ ഇതുപോലെയായിരിക്കും ഉണ്ടാവുക. നിങ്ങൾ അപേക്ഷ നൽകുന്ന സമയത്ത് ഈ ഒരു ഘട്ടത്തിൽ തന്നെ നിങ്ങൾക്ക് ഏതൊക്കെ കോഴ്സുകളിലേക്ക് അപേക്ഷ നൽകേണ്ടതുണ്ട്, അതായത് എഞ്ചിനീയറിംഗ് വേണമെങ്കിൽ അത് ടിക്ക് ചെയ്യണം, അതുപോലെ തന്നെ ആർക്കിടെക്ചർ വേണമെങ്കിൽ അത് ടിക്ക് ചെയ്യണം, അതുപോലെ തന്നെ ഫാർമസി വേണമെങ്കിൽ ഫാർമസീൻ്റെ അത് സെലക്ട് ചെയ്യണം. അതുപോലെ തന്നെ നിങ്ങൾക്ക് മെഡിക്കൽ ആൻഡ് മെഡിക്കൽ അലൈഡ് ആ ഒരു കോഴ്സസ് ആണ് വേണ്ടതെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു കാര്യം സെലക്ട് ചെയ്ത് നൽകണം. അപ്പോൾ നിങ്ങൾ ബയോളജി പഠിച്ചിട്ടുള്ള, അതായത് ബയോളജി സയൻസ് പഠിച്ചിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് മാത്രമേ ഈ ഒരു മെഡിക്കൽ ഫീൽഡിലേക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുള്ളൂ. ബാക്കിയുള്ള സയൻസ് വിഭാഗത്തിൽ ഉൾപ്പെട്ടിട്ടുള്ള വിദ്യാർത്ഥികൾക്ക്, മാത്സ് പഠിച്ചിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് ഈ ഒരു എഞ്ചിനീയറിംഗ് അതുപോലെ തന്നെ ആർക്കിടെക്ചർ പഠിക്കാം. അതുപോലെ തന്നെ കെമിസ്ട്രിയും ഫിസിക്സും പഠിച്ചിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് ഫാർമസി കോഴ്സിന് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നിലവിൽ പ്രവേശനം നൽകപ്പെടുന്ന ഈ ഒരു കീം എക്സാമിനേഷൻ എഴുതുകയാണെങ്കിൽ എഞ്ചിനീയറിംഗ്, ഫാർമസി കോഴ്സിനാണ് പ്രവേശനം ലഭിക്കുക. അതേസമയം ഈ ഒരു കേരളത്തിൽ മെഡിക്കൽ അതുപോലെ തന്നെ ഈ ഒരു ആർക്കിടെക്ചർ കോഴ്സുകൾ കൂടി പഠിക്കാൻ താല്പര്യമുള്ള വിദ്യാർത്ഥികളാണെങ്കിൽ കീം 2024 എക്സാമിനേഷൻ രജിസ്ട്രേഷൻ ചെയ്യണം. അപ്പോൾ ഈ ഒരു നീറ്റിൻ്റെ റിസൾട്ട് റാങ്ക് ലിസ്റ്റ് വരുന്ന സമയത്ത് നിങ്ങൾക്ക് നിങ്ങൾക്ക് നീറ്റിന് ലഭിച്ചുള്ള റാങ്ക് കീമിൻ്റെ വെബ്സൈറ്റിൽ നിങ്ങൾ അപ്ലോഡ് ചെയ്ത് നൽകണം. അതുവഴി നിങ്ങൾക്ക് ഒരു റാങ്ക് ലിസ്റ്റ് കേരള പ്രവേശന പരീക്ഷാ കമ്മീഷണർ ഒരു റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കും. അപ്പോൾ ആ ഒരു റാങ്ക് ലിസ്റ്റിൽ നിന്നും നിങ്ങൾക്ക് ആ ഒരു റാങ്ക് ലിസ്റ്റ് വന്ന ശേഷം നിങ്ങൾക്ക് കോഴ്സുകളും അതുപോലെ തന്നെ കോളേജുകളും ഓപ്ഷനായിട്ട് നൽകി ഈ ഒരു കേരളത്തിലേക്കുള്ള മെഡിക്കൽ
മെഡിക്കൽ കോഴ്സുകളിലേക്കുള്ള അതായത് മെഡിക്കൽ കോളേജുകളിലേക്കുള്ള പ്രവേശനത്തിനായിട്ടുള്ള അലോട്ട്മെൻറ്റുകളിൽ പങ്കെടുത്ത് അലോട്ട്മെൻറ്റ് നേടാം. ഇനി അടുത്തതായിട്ടുള്ളതാണ് MCC എന്ന് പറയുന്നത്. എന്താണ് MCC എന്നുള്ളത് നോക്കാം. അതായത് മെഡിക്കൽ കൗൺസിലിംഗ് കമ്മിറ്റിയാണ്. അതായത് ഈ ഒരു നീറ്റ് വഴി പ്രവേശനം നേടുന്ന വിദ്യാർത്ഥികൾക്ക് ഓൾ ഇന്ത്യ തലത്തിലുള്ള സീറ്റുകളിലേക്ക് പ്രവേശനം ലഭിക്കുന്നതിനായിട്ട്, അതായത് ഓരോ കോളേജുകളും നിശ്ചിത വീതം ഓൾ ഇന്ത്യ തലത്തിലുള്ള കോട്ടകൾ ഉണ്ടാകും. അതായത് 50% സീറ്റാണ് ഈ ഒരു ഓൾ ഇന്ത്യ തലത്തിൽ ഫില്ല് ചെയ്യപ്പെടുന്നത്. അപ്പോൾ ഈ ഒരു 15% സീറ്റുകളിലേക്കുള്ള പ്രവേശനം ലഭിക്കുന്നതിനായിട്ട് നിങ്ങൾ MCC, അതായത് ഈ ഒരു നീറ്റിൻ്റെ റിസൾട്ട് വരുന്ന സമയത്ത് മെഡിക്കൽ കൗൺസിലിംഗ് കമ്മിറ്റിയുടെ വെബ്സൈറ്റ് ആയിട്ടുള്ള MCC വെബ്സൈറ്റ് വഴി നിങ്ങൾ ആ ഒരു ഓപ്ഷൻസ്, നിങ്ങൾക്ക് ഏതൊക്കെ കോളേജുകൾ വേണം എന്നുള്ളത് നിങ്ങൾ ആ ഒരു ഓപ്ഷൻസ് ആയിട്ട് സമർപ്പിക്കണം. അങ്ങനെ MCC കൗൺസിലിംഗ് വഴി, അതായത് ഈ ഒരു കൗൺസിലിംഗ് എന്നാണ് ഈ ഒരു അലോട്ട്മെൻറ്റ് പ്രോസസ്സിന് പറയുന്നത്. അതായത് മെഡിക്കൽ കൗൺസിലിംഗ് എന്നാണ് പറയുന്നത്. സാധാരണഗതിയിൽ നിങ്ങൾക്കറിയാം, ഈ ഒരു നിങ്ങൾ +2-നൊക്കെ +1 പ്രവേശനം ലഭിക്കുന്നതിനായിട്ട് അലോട്ട്മെൻറ്റ് എന്നാണ് പറയാറുള്ളത്. എന്നാൽ മെഡിക്കൽ കോഴ്സുകളിലേക്ക് പ്രവേശനം ലഭിക്കുന്നതിനായിട്ട് കൗൺസിലിംഗ് എന്നാണ്, അതായത് മെഡിക്കൽ കൗൺസിലിംഗ് അല്ലെങ്കിൽ നീറ്റ് കൗൺസിലിംഗ്, ഈ ഒരു രീതിയിൽ കൗൺസിലിംഗ് എന്ന രീതിയിൽ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. അത് ഈ ഒരു അലോട്ട്മെൻറ്റ് പ്രോസസ്സിന് പറയുന്ന പേരാണ് കൗൺസിലിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ മെഡിക്കൽ കൗൺസിലിംഗ് കമ്മിറ്റിയുടെ വെബ്സൈറ്റ്, അതായത് MCC വെബ്സൈറ്റ് വഴി നിങ്ങൾ ഈ ഒരു ഓൾ ഇന്ത്യ തലത്തിലുള്ള പ്രവേശനത്തിനായിട്ട് അപ്ലൈ ചെയ്യണം. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് ലഭിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഓൾ ഇന്ത്യ തലത്തിലുള്ള ഈ ഒരു മെഡിക്കൽ സീറ്റുകളിലേക്ക് പ്രവേശനം നേടാൻ സാധിക്കും. അപ്പോൾ ഇത്രയുമാണ് നീറ്റ് എക്സാമിനേഷനെ കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ +2-വിൽ ബയോളജി സയൻസ്, അതുപോലെ തന്നെ അല്ലെങ്കിൽ നിങ്ങൾ ഓൾറെഡി ബയോളജി സയൻസ് പഠിച്ച് കഴിഞ്ഞിട്ടുള്ള വിദ്യാർത്ഥികൾ ആണെങ്കിൽ നിങ്ങൾക്ക് ഈ വരുന്ന നീറ്റ് എക്സാമിനേഷൻ രജിസ്ട്രേഷൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ ഒരു +2-വിൻ്റെ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി എന്നിവയ്ക്ക് ടോട്ടൽ 50% ജനറൽ കാറ്റഗറിക്ക് വേണ്ടത്. SC ST അതുപോലെ തന്നെ നോൺ ക്രിമിനൽ വിഭാഗത്തിൽപ്പെട്ടുള്ള വിദ്യാർത്ഥികൾ എന്നിവർക്ക് 40% മാർക്ക് മാത്രമേ ആവശ്യമുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു നീറ്റിൻ്റെ ആ ഒരു സർക്കുലർ വരുന്ന സമയത്ത് നിങ്ങളെ ആ ഒരു വിവരം അറിയിക്കുന്നതാണ്. അതുപോലെ തന്നെ +2-വിൻ്റെ മാർക്ക് നിങ്ങൾ അപ്ലോഡ് ചെയ്യേണ്ടതില്ല. അത് ഓട്ടോമാറ്റിക്കലി ആ ഒരു വെബ്സൈറ്റിലേക്ക് ആഡ് ചെയ്യപ്പെടുന്നതായിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു നീറ്റിൻ്റെ റാങ്ക് അനുസരിച്ച് കൊണ്ടാണ്, അത് നീറ്റിൽ എത്ര റാങ്ക് ലഭിച്ചിട്ടുണ്ട്, എത്ര മാർക്ക് ലഭിച്ചിട്ടുണ്ട്, അതനുസരിച്ച് കൊണ്ടാണ് നീറ്റ് റാങ്ക് പട്ടിക തയ്യാറാക്കുന്നത്. +2-വിൻ്റെ മാർക്ക് അതിനായിട്ട് പരിഗണിക്കുന്നതല്ല. നിങ്ങൾക്ക് അത് എലിജിബിലിറ്റിക്ക് മാത്രമാണ് +2-വിൻ്റെ മാർക്ക് പരിഗണിക്കുന്നത്. അപ്പോൾ ഈ ഒരു നീറ്റിൽ അപ്ലൈ ചെയ്തിരിക്കുന്ന വിദ്യാർത്ഥികൾ ഈ ഒരു കീം എക്സാമിനേഷൻ കൂടി ആ ഒരു ഘട്ടത്തിൽ അപ്ലൈ ചെയ്യേണ്ടതാണ്. അതിനുശേഷം ഓൾ ഇന്ത്യ തലത്തിൽ പ്രവേശനം ലഭിക്കുന്നതിനായിട്ട് MCC വെബ്സൈറ്റ് വഴി കൂടി നിങ്ങൾ അപേക്ഷ സമർപ്പിക്കേണ്ടതുണ്ട്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതിനുശേഷം ആ ഒരു കൗൺസിലിംഗ് വഴി നിങ്ങൾക്ക് മെഡിക്കൽ കോളേജുകളിലെ MBBS, BDS ഇതുപോലുള്ള ആയുർവേദ ഇതുപോലുള്ള മെഡിക്കൽ ആൻഡ് മെഡിക്കൽ അനുബന്ധ കോഴ്സുകൾ, അതുപോലെ തന്നെ നഴ്സിംഗ് എന്നിവയിലൊക്കെ നിങ്ങൾക്ക് പ്രവേശനം നേടാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് കരുതുന്നു. അതുപോലെ തന്നെ മിലിറ്ററി സർവീസിലേക്കുള്ള പ്രവേശനവും നിങ്ങൾക്ക് ഇതുവഴി നേടാൻ സാധിക്കുന്നതാണ്. അതായത് മിലിറ്ററി നഴ്സിംഗ് സർവീസ് ഉണ്ട്. അപ്പോൾ അതിലേക്ക് നിങ്ങൾക്ക് പ്രവേശനം നേടാൻ സാധിക്കും. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ